മഹാശിവരാത്രിയോടനുബന്ധിച്ച് കന്യാകുമാരി ജില്ലയിൽ ശിവാലയ ഓട്ടത്തിന് ഇന്നലെ വൈകിട്ട് തുടക്കമായി. തിരുമല ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക് തുടരുകയാണ്. കന്യാകുമാരി ജില്ലയിലെ വിളവൻകോട്, കൽക്കുളം താലൂക്കുകളിലായി സ്ഥിതി ചെയ്യുന്ന 12 ശിവക്ഷേത്രങ്ങളിലേക്കും ഒഴുകിയെത്തുന്നത് നിരവധി ഭക്തരാണ്. ശിവാലയ ഓട്ടം ആരംഭിക്കുന്ന തിരുമല ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും എം മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ശിവരാത്രി ദിനത്തിൽ കന്യാകുമാരി ജില്ലയിലെ 12 ക്ഷേത്രങ്ങളിലുമായുള്ള ശിവാലയ ഓട്ടം അത് ആരംഭിക്കുന്ന ക്ഷേത്രമാണ് തിരുമല ക്ഷേത്രം. ഇവിടെ ഇപ്പോഴും അങ്ങനെ തിരക്ക് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി ശിവഭക്തർ ഇവിടെ നിന്നും ഈ ഒരു ദർശനം, അതായത് ശിവാലയ ഓട്ടം ആരംഭിച്ചു. പണ്ടുകാലം മുതൽക്ക് തന്നെ ഓരോ ക്ഷേത്രങ്ങളിലും ദർശിച്ച് നഗ്നപാതരായി അടുത്ത ക്ഷേത്രത്തിലേക്ക് അങ്ങനെ 12 ക്ഷേത്രങ്ങളും പിന്നിട്ട് അവർ ആ ശിവാലയ ഓട്ടത്തിൻ്റെ പുണ്യം തേടി അങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിലേക്കും പോവുകയാണ്. ആദ്യം തിരുമല ക്ഷേത്രം, പിന്നെ തിക്കുറിശി, തൃപ്പരപ്പ്, തിരുനന്തിക്കര, പൊന്മന, പന്നിപ്പാകം, കൽക്കുളം, മേലാങ്കോട്, തിരുവിടയ്ക്കോട്, തിരുവിതാംകോട്, തൃപ്പന്നിക്കോട്, തിരുനട്ടാലം ക്ഷേത്രം. ആ തിരുനട്ടാലത്തെത്തി ശങ്കരനാരായണനെ തൊഴുതുകൊണ്ടാണ് ഈ ഒരു ശിവാലയ ഓട്ടത്തിൻ്റെ പര്യവസാനം. ഓരോരുത്തരും അങ്ങനെ കയ്യിൽ വിശറിയും അതോടൊപ്പം തന്നെ ഭസ്മവും പണവുമൊക്കെയായി എത്തുകയാണ്. അവർ ഓരോരുത്തരും ഭക്തിയോടുകൂടി ഈ ശിവരാത്രി ദിനത്തിൽ ശിവനെ ദർശിക്കുവാൻ വേണ്ടിയിട്ട് അങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഓരോ ഭാഗത്തു നിന്നും എത്തുന്ന, അതായത് മലയാളികളും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലുള്ളവരും എല്ലാവരും തന്നെ ഒരേ ഭക്തിയോടുകൂടി അവർ ഈ ഗോവിന്ദ ഗോപാല മന്ത്രം ഉരുവിട്ടുകൊണ്ടാണ് ഈ ശിവാലയ ഓട്ടത്തിൻ്റെ ഭാഗമാകുന്നത്. അതിൻ്റെ കാരണം, അതായത് ശൈവ വൈഷ്ണവ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു ആചാരം തന്നെയാണ് ഈ ഒരു ശിവാലയ ഓട്ടം എന്ന് പറയുന്നത്. അതിന് പിന്നിലുള്ള ഐതിഹ്യമുണ്ട്, മഹാഭാരതവുമായി അത് ബന്ധപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ കന്യാകുമാരി ജില്ലയിലെ 2 താലൂക്കുകളിലായുള്ള 12 ക്ഷേത്രങ്ങൾ, അത് തന്നെയാണ് പ്രധാനപ്പെട്ട ഈ 12 ക്ഷേത്രങ്ങളിലും എത്തി ദർശനം നടത്തിയാണ് ഓരോ ശിവഭക്തരും ഇവിടെ നിന്നും തിരികെ പോകുന്നത്. എല്ലാവരും അങ്ങനെ ദർശനം നടത്തി എത്തുകയാണ്. എത്രാമത്തെ വർഷമാണ്? കുറേ വർഷം കൊണ്ട് വരുന്നുണ്ട്. ഇനി അടുത്ത ക്ഷേത്രത്തിലേക്കാണ്? അടുത്ത ക്ഷേത്രത്തിലേക്ക്. എങ്ങനെയാ, നടന്നാണോ അതോ വാഹനത്തിലാണോ? വാഹനത്തിലാണ്. അപ്പോൾ വാഹനത്തിലൊക്കെ എത്തുന്നവരുണ്ട്, പണ്ടുകാലം മുതൽക്ക് തന്നെ നടന്നു വരുന്നവർ. അതാണ് ഈ ശിവാലയ ഓട്ടം എന്ന് പറയുന്നത്. നഗ്നപാതരായി ഓരോ ക്ഷേത്രത്തിലേക്കും എത്തി അവിടെ നിന്നും അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആ ഒരു ആചാരം അത് കാലങ്ങളായി തന്നെ അങ്ങനെ നടന്നു വരികയാണ്. അതൊക്കെ തന്നെ കന്യാകുമാരി ജില്ലയെ സംബന്ധിച്ചിടത്തോളം അത് ശിവാലയ ഓട്ടം എന്ന് പറയുന്നത് അതൊരു പ്രസിദ്ധമായിട്ടുള്ള അതൊരു പ്രത്യേകത തന്നെയാണ്. എന്തായാലും അമ്മമാരെയൊക്കെ നമുക്ക് കാണാം, അവരൊക്കെ തന്നെ അങ്ങനെ ദർശനം കഴിഞ്ഞ് എത്തുകയാണ്. അമ്മ എത്രാമത്തെ വർഷം? 8ാമത്തെ. അപ്പോൾ ഇനി അടുത്ത ക്ഷേത്രത്തിലേക്ക് പോവാണ്. രാവിലെ പുലർച്ചെ എത്തി. അപ്പോൾ എല്ലാവരും അങ്ങനെ പുലർച്ചെ എത്തി ദർശനം നടത്തി അങ്ങനെ ഓരോ ക്ഷേത്രത്തിലേക്കായി പോകുകയാണ്. അവസാനത്തെ ക്ഷേത്രം എത്തും വരെ അങ്ങനെ തന്നെ മനസ്സിൽ ശിവനെ ധ്യാനിച്ചുകൊണ്ട് ആ മന്ത്രങ്ങളൊക്കെ ഉരുവിട്ടുകൊണ്ട് അവരങ്ങനെ ഭക്തിയോടുകൂടി പോകുകയാണ്. ഇനിയും ഒരുപാട് ദൂരം പോകുവാനുണ്ട്, ഒരുപാട് ക്ഷേത്രങ്ങളിലേക്ക് എത്തുവാനുണ്ട്. എന്തായാലും ഈ ഒരു ശിവരാത്രി ദിനത്തിൽ ഈ ശിവാലയ ഓട്ടത്തിൻ്റെ ആ ഒരു പുണ്യത്തിൽ തന്നെയാണ് എല്ലാ ഭക്തരും.